ഞാനും രോഹിത്തും കൂടിയിട്ട് തൃശ്ശൂർക്കാരുടെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള വടക്കുന്നാഥൻ അമ്പലത്തിൽ പോവാണ്. അപ്പം നമ്മൾ ഒരുമിച്ചിട്ട് ഈ അമ്പലത്തിലേക്ക് വരുന്നത് ആദ്യമായിട്ടാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 2.5-3 കിലോമീറ്ററാണ് ഈ അമ്പലത്തിലേക്കുള്ളത്. ഞങ്ങൾ രാവിലെ തന്നെ സ്കൂട്ടറിൽ കുളിച്ച് റെഡിയായി ഇവിടെ എത്തി. അപ്പോൾ ഇവിടെ ഫോണൊന്നും ഉള്ളിൽ അലൗഡ് അല്ല, ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. അങ്ങനെ നമ്മൾ ചെരുപ്പൊക്കെ പുറത്ത് വെച്ച് നമ്മൾ ഉള്ളിൽ കയറി തൊഴുതു, പ്രസാദമൊക്കെ മേടിച്ചു. പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്നു. അതിനുശേഷം നമ്മൾ പിന്നെ പുറത്തിറങ്ങി കുറച്ച് തേക്കിൻകാടിൻ്റെ കാഴ്ചകളൊക്കെ ഞാൻ രോഹിത്തിനൊന്ന് കാണിച്ചൊക്കെ കൊടുത്തു. അമ്പലത്തിൽ രാവിലെ വന്നാൽ നമ്മുടെ പ്രധാന ഉദ്ദേശം അത് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ളതാണ്. അതെ, ഒരു മസാല ദോശ മസ്റ്റാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ രോഹിത്തിനെ ഭാരതിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഞാൻ അവനെ ശ്രീ രാധാകൃഷ്ണ കോഫി ക്ലബിലേക്ക് കൊണ്ടുപോകാമെന്ന്. അങ്ങനെ നമ്മൾ അവിടെ പോയി. ഇവിടെ അത്ര തിരക്കുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ഇരിക്കാൻ സീറ്റ് ഉണ്ടായിരുന്നു. ഇവിടെ ടോക്കൺ എടുക്കണം. അപ്പം നമ്മൾ ടോക്കൺ എടുത്തു. ഞാനൊരു മസാല ദോശയും രോഹിത്ത് ഒരു നെയ് റോസ്റ്റും പിന്നെ നമ്മൾ 2 ഉഴുന്നുവട പറഞ്ഞിട്ടുണ്ടായി. പിന്നെ കോഫിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ നേരം ഒന്നും താമസിച്ചില്ല, പെട്ടെന്ന് തന്നെ നമ്മുടെ ഫുഡൊക്കെ വന്നു. ഇവിടുത്തെ ആ ഒരു ചട്നി ഉണ്ടല്ലോ, ചട്നി ചമ്മന്തി നല്ല ടേസ്റ്റാണ്. ഈ പൊട്ടുകടല ഇട്ടിട്ടുള്ള ചട്നിയെന്ന് തോന്നുന്നുണ്ട്. ഭയങ്കര ക്രീമി ആയിട്ടുള്ളൊരു ചട്നിയാണ്. അങ്ങനെ നമ്മൾ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞു, പുറത്തിറങ്ങി. അപ്പോൾ ഈ രാധാകൃഷ്ണ വരണത് നമ്മുടെ വടക്കുന്നാഥൻ്റെ ഏത് നടയാന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, പക്ഷേ ശക്തൻ സ്റ്റാൻഡിലേക്ക് പോണ ആ വഴിയിലായിട്ടാണ് വരുന്നത്. ഇവിടെ നമുക്ക് കാർ പാർക്കിംഗ് ഒന്നുമില്ല. നമ്മൾ സ്കൂട്ടർ സൈഡിൽ വെച്ചിട്ടാണ് വന്നത്. വേറെ വല്ല പാർക്കിംഗ് ഓപ്ഷൻസ് അറിയാവുന്നവരൊന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ.